എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 9-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്നലെയാണ് രാജ്യത്ത് മാർച്ച് മാസത്തിലെ 2ാം തവണത്തെയും ഗ്യാസ് വില വർധനവുണ്ടായത്. വാണിജ്യ സിലിണ്ടറിന് 1-ാം തീയതി വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ഇന്നലെ വാണിജ്യ സിലിണ്ടറിനും ഗാർഹിക സിലിണ്ടറിനും ഗ്യാസ് വില വർദ്ധിച്ചു. 60 രൂപയാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് വർദ്ധിച്ചത്. ഇതോടെ 920 മുകളിൽ ശരാശരി വിലയെത്തി. ഡെലിവറി ചാർജ് ആകുമ്പോൾ ചില സ്ഥലങ്ങളിൽ 1000 മുകളിൽ ഡെലിവറി ചെയ്യുന്ന ആളുകൾ വാങ്ങിയേക്കാം. എന്നാൽ ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് വഴിയേ പറയാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളതാണ്. രാജ്യത്ത് ഗ്യാസ് ക്ഷാമം തുടരുന്ന പശ്ചാത്തലത്തിലാണിത്. 25 ദിവസത്തേക്ക് ഒരു സിലിണ്ടർ മാത്രമേ ഇനി ബുക്ക് ചെയ്യാനാകൂ. ഗ്യാസ് വീടുകളിൽ എത്തിക്കുന്നതിന് സാധാരണയായി നമ്മൾ പണം നൽകാറുണ്ട്. അതായത് 20 രൂപ മുതൽ 100 രൂപ വരെ ഈടാക്കുന്ന ഏജൻസികളുണ്ട്. എന്നാൽ ഇങ്ങനെ ഇനി പണം നൽകേണ്ട എന്നാണ് ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ നിയമസഭയെ അറിയിച്ചത്. നിലവിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഗ്യാസ് വിതരണം ചെയ്യേണ്ടത് സൗജന്യമായിട്ടാണ്. എന്നാൽ ഇതിനും ഇപ്പോൾ ഗ്യാസ് ഏജൻസികൾ പണം ഈടാക്കുന്നുണ്ട്. 5 കിലോമീറ്റർ കഴിഞ്ഞ് 10 കിലോമീറ്റർ വരെയുള്ള സ്ഥലങ്ങളിൽ 15 മുതൽ 20 രൂപ വരെയാണ് ഈടാക്കേണ്ടത്. അതിനു മുകളിലുള്ള ഓരോ കിലോമീറ്ററിനും നിശ്ചിത സംഖ്യാ വീതം വർദ്ധിക്കുന്ന തരത്തിൽ പരമാവധി 50 രൂപ വരെയാണ് ഗ്യാസ് ഏജൻസികൾക്ക് ഈടാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതിലും വളരെ കൂടുതലാണ് വിതരണക്കാർ തുക ഈടാക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ ഉള്ള കാര്യങ്ങൾ. ഇനി മുതൽ ഗ്യാസ് ഏജൻസിയിൽ നിന്നും നിങ്ങളുടെ വീടുകളിലേക്കുള്ള ദൂരം നിങ്ങൾ അറിഞ്ഞിരിക്കുകയും എത്രയാണോ തുക നൽകേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക. ഗ്യാസിൻ്റെ നിലവിലുള്ള വില മനസ്സിലാക്കുകയും ആ വില തന്നെ നൽകുകയും നിങ്ങളുടെ കിലോമീറ്ററിനനുസരിച്ചുള്ള ഡെലിവറി ചാർജ് മാത്രവും നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിലവിലിപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് 1110 രൂപയാണ് വില. ഇതിനോടൊപ്പം ഡെലിവറി ചാർജ് കൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ഗ്യാസ് ഏജൻസിയിൽ നിന്നുള്ള ദൂരം നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മാത്രം ആ തുക നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. QR കോഡ് സംവിധാനം കൂടി വരികയാണ്. LPG സിലിണ്ടറിലെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ സിലിണ്ടറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും. അത് നേരത്തെ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് ആണെങ്കിൽ പോലും. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പട്ടണങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വരും മാസങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കും. അതുപോലെ LPG സിലിണ്ടറുകളുടെ തൂക്കം പ്രാധാന്യം ഉള്ളതാണ്. നമ്മുടെ സിലിണ്ടറുകൾ പെട്ടെന്ന് തീർന്നു പോവുക എന്ന് പല ആളുകളും പരാതി പറയാറുണ്ട്. സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 14.2 കിലോഗ്രാം തൂക്കം വരേണ്ടതുണ്ട്. ആ തൂക്കത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ട് എങ്കിൽ അത് തൂക്കി വാങ്ങാവുന്നതാണ്. അത് തൂക്കാനുള്ള ഉപകരണം വിതരണക്കാരൻ്റെ വാഹനത്തിൽ ഉണ്ടാകണം എന്ന് നിർബന്ധമുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, ഇനി നിശ്ചിത സിലിണ്ടറുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഗാർഹിക സിലിണ്ടറുകളുടെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടി വീടുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് ഇനി 15 സിലിണ്ടറുകൾ മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ 12 സിലിണ്ടറുകൾ മാത്രമേ വിതരണം ചെയ്യാൻ കഴിയൂ എന്നാണ് ഗ്യാസ് ഏജൻസികൾ പറയുന്നത്. അതിൽ കൂടുതൽ സിലിണ്ടർ ആവശ്യമാണ് എങ്കിൽ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണങ്ങൾ അടങ്ങിയ റേഷൻ കാർഡിൻ്റെ പകർപ്പ് സഹിതം ഗ്യാസ് ഏജൻസികളിൽ പ്രത്യേകം അപേക്ഷ നൽകണമെന്നും ഗ്യാസ് ഏജൻസികൾ പറയുന്നു. വിറക് ഉപയോഗിക്കാതെ ഇന്നലെ മുതൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 12 സിലിണ്ടർ ലഭിക്കുമെങ്കിലും ഒരു മാസത്തിൽ, അതായത് 25 ദിവസത്തിൽ ഇനി ഒരു സിലിണ്ടറിന് മാത്രമേ ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. സിലിണ്ടർ ക്ഷാമം രാജ്യത്ത് രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് 1800 23 35 55 എന്ന നമ്പറിലോ 1800 42 54 835 എന്ന നമ്പറിലോ ടോൾ ഫ്രീ ആയി വിളിക്കാം. അളവിലോ തൂക്കത്തിലോ കൃത്രിമം കാണിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ സംസ്ഥാന ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ 0471 23 26 297 എന്ന നമ്പറിലോ clm.lmd@kerala.gov.in എന്ന മെയിൽ ID-യിലേക്ക് പരാതി നൽകാവുന്നതാണ്. പരാതി നൽകുമ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ID നമ്പർ, ഏജൻസിയുടെ പേര് എന്നിവ കൈവശം വെക്കുക. അധിക പണം ആവശ്യപ്പെട്ട് ഡെലിവറി ബോയുടെ പേരിൽ പരാതി നൽകുകയാണ് എങ്കിൽ വണ്ടി നമ്പർ ഉണ്ട് എങ്കിൽ അതും പരാതിയിൽ ഉൾപ്പെടുത്തുന്നത് നന്നാകും. പരാതി നൽകി കഴിഞ്ഞ് ലഭിക്കുന്ന കംപ്ലൈൻറ്റ് റെഫറൻസ് നമ്പർ കുറിച്ച് വെക്കുക.
ഇതുകൂടാതെ നിങ്ങളുടെ ഏജൻസിയിൽ നേരിട്ട് ചെന്ന് അവിടെയുള്ള പരാതി പുസ്തകം, അതായത് കംപ്ലൈൻറ്റ് ബുക്കിൽ എഴുതി ഒപ്പിട്ട് വയ്ക്കാവുന്നതാണ്. ഇത് നിയമപരമായി വലിയ മുൻതൂക്കം ലഭിക്കുന്ന ഒന്നാണ്. ഗ്യാസ് KYC പുതുക്കാത്തവരുണ്ടെങ്കിൽ അത് ഉടനെ പുതുക്കണം. പ്രത്യേകിച്ച് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ആനുകൂല്യം, അതായത് സബ്സിഡി ലഭിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും KYC പുതുക്കണം. ഇല്ല എങ്കിൽ മാർച്ച് 31 ശേഷം സബ്സിഡി ലഭിക്കില്ല. എല്ലാ വർഷവും ഇവർ ഈ KYC പുതുക്കണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ ഈ സാമ്പത്തിക വർഷം മാർച്ച് 31 വരെയാണ് അവസരമുള്ളത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 9 സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുന്നത്. ഒരു സിലിണ്ടറിന് 300 രൂപ വെച്ചാണ് സബ്സിഡി ലഭിക്കുന്നത്. നേരത്തെ 10 സിലിണ്ടറിനായിരുന്നു, ഇപ്പോൾ 9 സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുന്നത്. സബ്സിഡി ലഭിക്കുന്നവർക്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ച തുക കൂടി ചേർത്ത് ഏകദേശം 600 രൂപ മാത്രമാണ് ഓരോ സിലിണ്ടർ നിരക്കുമ്പോഴും ചിലവ് വരികയുള്ളൂ. നേരത്തെ അത് 550 ആയിരുന്നു. ഇപ്പോഴത്തെ 60 വർധനവിന് ശേഷം 600 രൂപയ്ക്ക് മുകളിൽ വേണം. സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത വിതരണത്തിന് കാത്തിരിക്കുകയാണ്. വിതരണ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് വിവരം. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ പ്രഖ്യാപിച്ച് ആദ്യ വിതരണം ഫെബ്രുവരി മാസത്തിലാണ് നടന്നത്. ഇതിനു ശേഷമുള്ള രണ്ടാമത്തെ വിതരണത്തിനാണ് കാത്തിരിക്കുന്നത്. 16 ലക്ഷത്തോളം ആളുകൾ അപേക്ഷ നൽകിയപ്പോൾ 10 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തത്. എന്നാൽ ഇപ്പോൾ 20 ലക്ഷത്തിനടുത്ത് അപേക്ഷകൾ വരുമ്പോൾ 15 ലക്ഷത്തോളം ആളുകൾക്കെങ്കിലും ഇതിൻ്റെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവസാനമായിട്ട് അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്ക് ഇത് കിട്ടില്ല. അപേക്ഷ നൽകിയിട്ടും പല പൊരുത്തക്കേടുകൾ കാരണം അപേക്ഷ റിജക്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കും തുക ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുള്ള അതേ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആ സ്റ്റാറ്റസ് പരിശോധിക്കുക. സ്വന്തമായിട്ട് കഴിയുന്ന ആളുകൾ അങ്ങനെയും പരിശോധിക്കുക. കൃത്യമായിട്ട് അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എങ്കിലും അടുത്ത വിതരണത്തിൻ്റെ സമയത്ത് 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്കും എത്തും. ഈ 1000 രൂപ ലഭിക്കുമ്പോൾ അതിനോടൊപ്പം അടുത്ത പെൻഷൻ വിതരണവും നമുക്ക് ഇപ്പോൾ സൂചനകളായിട്ട് പറയാൻ കഴിയും. ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും. അടുത്ത മാസത്തെ ഇലക്ഷന് മുമ്പ് ലഭിക്കും. അതായത് ഏപ്രിൽ മാസത്തേത് ഇലക്ഷന് മുമ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ മാക്സിമം ആളുകൾക്ക് ലഭിക്കും. അപേക്ഷ നൽകിയിട്ടുള്ളവർക്കെല്ലാം അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു മാസത്തേത് ലഭിക്കും. മാത്രമല്ല മെയ് മാസത്തേത് മുൻകൂറായിട്ടും സ്ത്രീകൾക്ക് ലഭിക്കാനുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനോടൊപ്പം ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷൻ മുൻകൂറായിട്ട് ഒരു മാസത്തേത് നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസം ആയിക്കഴിഞ്ഞാൽ പുതിയ കടമെടുപ്പും പുതിയ സാമ്പത്തിക വർഷവുമാണ്. ആ ഒരു തരത്തിലുള്ള വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും വാഹിതയല്ല പുനർവാഹിതയല്ല എന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അല്ലെങ്കിൽ നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 31 വരെയാണുള്ളത്. അതിനുള്ളിൽ എല്ലാ ആളുകളും അത് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും. മറ്റൊന്ന് അടുത്ത പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അടുത്ത പെൻഷൻ വിതരണം മാർച്ച് മാസത്തെ പെൻഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 24-ാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 25-ാം തീയതിയോടുകൂടി 2000 രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞുള്ള പെൻഷൻ വിതരണം, അത് ഈ പെൻഷൻ വിതരണത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ഉണ്ടാകില്ല. ആ ഒരു പെൻഷൻ കറക്റ്റ് സമയത്ത് ലഭിക്കുകയാണ് ചെയ്യുക. അതിനുശേഷവും നമുക്ക് പെൻഷൻ വലിയ താമസമില്ലാതെ ലഭിക്കും. അതായത് ഏപ്രിൽ പകുതിയോട് കൂടിയിട്ടാണ് ഇലക്ഷൻ നടക്കുക. അപ്പോൾ അതിനു മുമ്പായിട്ട് ഏപ്രിൽ മാസത്തെ പെൻഷൻ എന്തായാലും ലഭിക്കും. ഇനി ഏപ്രിൽ മാസത്തെ മാത്രമാകില്ല, ചിലപ്പോൾ മെയ് മാസത്തെയും ആ ഏപ്രിൽ മാസത്തോടൊപ്പം ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഏപ്രിൽ മാസത്തിൽ ഈസ്റ്ററും വിഷുവും നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പേര് പറഞ്ഞ് ഇലക്ഷന് മുമ്പ് 2 ഗഡു പെൻഷൻ കൂടി നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആവുമ്പോൾ 25-ാം തീയതിക്ക് ശേഷം, അതായത് അടുത്ത മാസം ഈ മാർച്ച് 25-ന് ശേഷം ഏപ്രിൽ 20-നുള്ളിലായിട്ട് ഈ 3 പെൻഷൻ 6000 രൂപ ഇലക്ഷന് പ്രമാണിച്ച് വിതരണം ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അറിയിപ്പ് കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും മാർച്ച് മാസത്തെ പെൻഷൻ 25-ാം തീയതി ബുധനാഴ്ചയായിരിക്കും ലഭിക്കുക. ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദൂരേക്കും ബൈ.